അങ്ങനെ ഈ ഓണം അച്ചായൻ തൂക്കിയതായി അറിയിക്കുകയാണ്. അയാൻ ഗെയിം ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു കോമ്പറ്റീഷൻ കിട്ടുമായിരുന്നു ഈ പടത്തിൽ. ഇപ്പം നീവിന് ഫ്രീ ആണ്, അതായത് ഒരു ഫ്രീ ഓപ്പൺ പോസ്റ്റ് പോലെ 100% ഓണം തൂക്കാൻ പറ്റിയ പടമാണ്. കാരണം ഇന്നലെ ഇറങ്ങിയ ഒരു മോശം പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100% ഓണം വിന്നർ തന്നെയാണ് ഈ പടം. ഗിരീഷ് ഷെട്ടിയുടെ സേഫ് സോൺ വെച്ച് ഈ പടം തൂക്കിയിട്ടുണ്ട്. ഓണം സെപ്റ്റംബർ 3 വരെ ഫ്രീ ആയിട്ട് ഈ പടം ഓടും. ഫാമിലി മൂവിയാണ്. ഓണത്തിന് നിങ്ങൾക്ക് ഒന്ന് ചില്ല് ചെയ്ത് വൈബൊക്കെ അടിക്കാൻ പറ്റിയ മൂവിയാണിത്. ചിരിക്കാൻ തമാശയുണ്ട്, കുറച്ച് ഇമോഷണൽ മൂവിയാണ്. എന്നാ നമുക്ക് 2.5 മണിക്കൂർ പോണ എങ്ങനെയാ നമുക്ക് അറിയൂല. അതേപോലെയാണ്. 4th ഓഫ് മണിയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാവുന്ന പടം. ഓണം വിന്നർ ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പ്രേമലു ലെവൽ എന്ന് പറയാൻ പറ്റില്ല. ഗിരീഷ് ഷേഡി പടം എന്താ പറയാ, ഗിരീഷ് ഷേഡിയുടെ ഹ്യൂമർ ആണ് വേറൊരു രീതിയിൽ സൂപ്പർ ആയിട്ടുണ്ട്. കോമഡി ആവട്ടെ, ചിരിയ എല്ലാം നല്ലതായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. രക്ഷയില്ലാത്ത പടം, നൈസായിട്ട് പഴയ നിവിനെ കണ്ടുകയറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആന്റിമാർക്ക് ഇഷ്ടപ്പെടും, മാമിമാർക്ക് ഇഷ്ടപ്പെടും, മാമുമാർക്ക് ഇഷ്ടപ്പെടും, പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും, പിന്നെ യൂത്ത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിടില മൂവി, കിടില, ഒരു രക്ഷയില്ല. ഖലീഫ പാതാളത്തിൽ ചവിട്ടിത്താത്ത്, നിവിൻ പോളി എന്ന മാവേലി ഓണം തൂക്കി, ഖലീഫ തീർന്ന്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരുപാട് സന്തോഷം. എന്തെന്ന് വെച്ചാല് ഫുൾ ടൈം നമ്മള് സമയം പോയതേ അറിഞ്ഞില്ല. ഇന്ന് മറ്റൊരു ഡയലോഗ് തന്നെ പറയാനുള്ള, പഴയ നിവിൻ പോളിയെ കണ്ടു ഓണം തൂക്കി നിവിൻ പോളി. അടിപൊളി മൂവി ബ്രോ, അത്യാവശ്യം നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള നല്ല മൂവിയാണ്. നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡാണ്, എന്നാൽ ഒരിക്കലും മുഷിപ്പിക്കാതെ വളരെ കുറെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാം തുടക്കത്തിൽ ഒരു എന്താ പറയാ നുറുക്ക് തമാശകളിൽ നിന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് പല പൊട്ടിച്ചിരികളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയും, പിന്നെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, ഒത്തിരി ഇതുണ്ട്. പക്ഷെ മുഷിപ്പിക്കാതെ അനാവശ്യമായിട്ട് നീട്ടാൻ സിമ്പിൾ ത്രെഡാണ്. പക്ഷെ വളരെ നമുക്ക് ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് ഒരു ഫൺ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു മൂഡ്, പിന്നെ ഒരു കുറച്ച് ഇമോഷണൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. എന്നാൽ അത് അനാവശ്യമായിട്ട് ഓക്കെ കരച്ചിൽ പടം അങ്ങനത്തെ രീതിയിലും പോകുന്നില്ല. ത്രൂ ഔട്ട് നമുക്കൊരു ഫാമിലി ആയിട്ടൊരു ഓണത്തിന് വന്ന് ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. 100 സർവമായ അടിപൊളി പടം. നന്നായിട്ടുണ്ട്. നിവിൻ പോളി ഓണം തൂക്കും. അത്യാവശ്യം ഫാമിലി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഫാമിലി റോംകോം പടമാണ്. പെർഫോമൻസ് വൈസ് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. നിവിൻ കോമഡിയാണ് ഫുള്ള്, അത് അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഗിരീഷ് ഷെഡിയുടെ പടം ഒരു സ്വാഭാവികമായിട്ട് അത് കിട്ടില്ല. അവർ തമ്മിലുള്ള ആ ഒരു ഏജിങ് ഡിഫറൻസിനൊക്കെ പെർഫോമൻസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓവറോൾ കൊള്ളാം. ഓണത്തിന് അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്, ഫാമിലി കാണാൻ പറ്റും. നല്ല മൂവി. നിവിൻ പോളി തൂക്കി, കോമഡി ഒക്കെ കൊള്ളാം, നല്ല സിനിമ, നല്ല കഥ. ഗിരീഷ് ഷെഡി തൂക്കി. അടിപൊളി. നിവിൻ ഓണം തൂക്കി ബ്രോ. ഓണം തൂക്കി നല്ല പടമാണ്. നല്ല ഫ്രഷ് ഫീൽ ഉണ്ട്, അടിപൊളിയാണ്. അവിടെയൊക്കെ നല്ല വർക്കായി. തിയേറ്റർ ഫുള്ള് ചെയ്യായിരുന്നു. റിവ്യൂ ഒന്നുമില്ല, കിട്ടില്ല തന്നെ. സൂപ്പർ സിനിമ, തൂക്കി, ഓണം തൂക്കി. നല്ല മൂവി ആയിരുന്നു. പ്രേമലു കണ്ട ആ ഒരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു സമാധാനം, ഇമോഷണൽ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കോംബോ ആയിരുന്നു. നല്ല എല്ലാം കൊള്ളാം. ഗിരീഷ് ഷേഡി പടം കിടിലൻ പടമാണ്. ഒരു 1.5 ഫാമിലി എന്റർടൈനർ. ഓണം ക്ലാഷ് ആയതുകൊണ്ട് ഓണം വിന്നർ തന്നെ. എന്തായാലും പടം തൂക്കി, ഒരു രക്ഷയില്ല. ഓണം എന്ന് പറഞ്ഞാൽ ഒത്തുകൂടലിന്റെ ഒരു ഇതാണ്. എല്ലാ ഫാമിലീസും എല്ലാ ബന്ധുക്കളൊക്കെ വിടാം. അപ്പൊ അവരെല്ലാവരും ഒരു ചിത്രം ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് സജഷൻ തന്നെയാണ് ബെത്ലഹേം കുടുംബം. നിവിൻ പോളി ഈസ് ബാക്ക്.